അപ്പൊ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബാംഗ്ലൂർ വീണ്ടും ജയിച്ചിരിക്കുകയാണ്. LSG പരാജയപ്പെട്ടു. നമുക്കൊക്കെ അത് പ്രഡിക്റ്റബിൾ ആയിരുന്നു. എങ്കിലും LSG ഒരു ഫൈറ്റ് നൽകട്ടെ എന്നായിരുന്നു നമ്മുടെ എല്ലാവരെയും ഒരു ആഗ്രഹം. പക്ഷെ അങ്ങനെ ഒരു ഫൈറ്റ് പോലും കൊടുക്കാൻ LSG കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ബാംഗ്ലൂരിന്റെ കാര്യം പിന്നെ നമുക്കറിയാം, അവരൊരു വിന്നിങ് ടീം തന്നെയാണ്. അപ്പം അതിനകത്ത് അവരെ ഒന്നും പറയാനില്ല. അവരിപ്പം പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം അവരെ നമുക്ക് വിട്ടേക്കാം. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഇത്തവണ ഹേസൽവുഡ് കാര്യങ്ങളൊക്കെ നല്ലൊരു സ്പെല്ലാണ് ഹേസൽവുഡ് ഒക്കെ എറിഞ്ഞത്. അത് കാണുമ്പോൾ വലിയ 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 പ്രതീക്ഷകൾ വീണ്ടും വീണ്ടും RCBയുടെ മുകളിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് എടുത്തു പറയണം. ഒരു രക്ഷയില്ല. പ്രായത്തെ വെല്ലുന്ന ഈ പറയുന്ന പോലെ ഒരു പ്രകടനമാണ്. പ്രായം എന്നുള്ളൊരു സാധനം മിണ്ടുക പോലും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ അടുത്ത്. കാരണം ഇതൊന്നും ഒരു ബാധിക്കുന്ന കാര്യമല്ല അദ്ദേഹത്തെ. അത്രയും കൊച്ചു പിള്ളേർ കളിക്കുന്ന പോലുള്ള ഒരു ഇന്നിങ്സ് ആണ് ഇന്ന് കളിച്ചിട്ടുള്ളത്. 34 ബോളിൽ 49, 50 നഷ്ടപ്പെട്ടു. എങ്കിൽ പോലും അതൊന്നും മൈൻഡ് ആക്കാണ്ട് എന്നാ ഒരു സിംഗിൾ ഇട്ടിട്ട് വേണം 50 അടിക്കാം. പക്ഷെ നെവർ മൈൻഡ്, നമ്മളത്തൊരു 50 കണ്ടിട്ടുണ്ട്. അപ്പം അത് വിട്ടേക്ക്. അപ്പം എല്ലാവരും നല്ലപോലെ കളിച്ചവര്. പക്ഷെ താരതമ്യേന ബാംഗ്ലൂരിന്റെ ഒരു ബാറ്റിംഗ് ആ ഒരു നിലവാരം, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അത്രയും ഒരു എന്താ പറയുന്ന ഒരു ഫയർ ഇത്തവണ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതായത് കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെ 15 ഓവറിൽ ഏകദേശം കളി കഴിഞ്ഞു. അത് വേറെ കാര്യം. അതാണ് ബാംഗ്ലൂരിന്റെ ലൈറ്റ് വേഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ്. 15 ഓവറിൽ 150 റൺസ് ഏകദേശം അടിക്കുക, അതൊക്കെയാണ് ലൈറ്റ്. അപ്പം അങ്ങനെ അപ്പോൾ ആ സൈഡ് വിട്ടേക്കാം. LSG പറ്റിയിട്ട് LSGയുടെ കാര്യം, ഇവർക്ക് ഈ അഗ്രസീവായിട്ട് നിൽക്കുന്ന ബാറ്റർമാരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിനകത്ത് 2 പവർ പ്ലേയിൽ റൺ ഉയർത്താൻ ആരുമില്ല. മിച്ചൽ മാഷ് മാർക്രോ ആണ്. ഇത്തവണ മിച്ചൽ മാഷ് 40 റൺസ് എടുത്തു, പക്ഷെ 32 ബോളിൽ. അതായത് ഈ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയാൻ 125. മാർക്രം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഋഷഭ് പന്ത് അറിയില്ല, ഒന്നും പറയുന്നില്ല. നിക്കോളസ് പൂരൻ വളരെ വളരെ പ്രതീക്ഷയുള്ള ഒരാളാണ്. അദ്ദേഹം ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല ഈ സീസണിൽ. ഇവരെ സംബന്ധിച്ച് ബാറ്റ് ചെയ്യാനായിട്ട് അത്ര ആഗ്രഷൻ കാണിക്കുന്ന ആരുമില്ല. അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതൊക്കെ ഇനി പരിഹരിച്ച് വരിക. ബോളിംഗ് കുറച്ചുകൂടെ ഉണ്ട്. അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റിയ ബോളർമാരുണ്ട്. പക്ഷെ അതിനോട് ഒത്ത് കിടപിടിക്കുന്ന വളരെ താഴെയാണ് അതിന്റെ ബാറ്റർമാരുടെ ലെവലിൽ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പൊ അത് LSGയെ സംബന്ധിച്ച് ക്ലിയർ ചെയ്തില്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. ക്യാപ്റ്റൻ തന്നെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അത്ര വിഷമമുണ്ട്. അവരൊന്നും ചെയ്യുന്നില്ല. ബാറ്റർമാരുടെ ഇതിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആരുടെ ഭാഗത്തുനിന്നും അങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. അടുത്ത മത്സരത്തിലെങ്കിലും അതൊക്കെ ഒന്ന് പാച്ചപ്പ് ചെയ്ത് കയറി വരിക.